ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 6th ക്വസ്റ്റ്യൻ 6Aയും Bയും ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുണ്ട്, ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സർക്കിളിനും അതുപോലെ റെക്റ്റാങ്കിളിനും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. സർക്കിളിൻ്റെ ഡയാമീറ്ററും റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും സെയിം ആയിരിക്കും. വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, ആ സർക്കിളിൻ്റെ റേഡിയസും അതുപോലെ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിളും എടുത്തിട്ടുണ്ടെങ്കിൽ ആ റേഡിയസ് ആ ഹൈറ്റിൻ്റെ ഹാഫാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഹാഫ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഞാനിവിടെ ആൻസർ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഡ്രോ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 6B ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ബോട്ടം ലൈൻ തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ, അതുപോലെ 2 സ്ലാൻഡിങ് ലൈൻ തന്നിട്ട് രണ്ടും ഡിഫറെൻറ്റ് സ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ അത് ഈക്വൽ ആണോ ബോട്ടം ലൈന് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് സ്ലാൻഡ്സ് ആയതുകൊണ്ട് ബോട്ടം ലൈനും അതുപോലെ തന്നെ ടോപ്പ് ലൈനും സെയിം ആവണമെന്നില്ല, ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബോട്ടം ആൻഡ് ടോപ്പ് ലൈൻസ് ആർ നോട്ട് ഓഫ് സെയിം ലെങ്ത് എന്നാണ് വരിക. അത് കണ്ടാൽ നമുക്കറിയാം റെക്റ്റാങ്കിൾ അല്ലാന്ന്. അപ്പോൾ സെയിം ലെങ്ത് അല്ല, ആർ നോട്ട് ഓഫ് സെയിം ലെങ്ത് ആണ് ഉത്തരമായിട്ട് വരാം. അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സർക്കിൾ വരയ്ക്കണം. റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. എന്നിട്ട് ആ പാറ്റേൺ അതിൽ കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിക്കണം. സോ താങ്ക് യു.